വെറുതെ ഇരിക്കുന്ന ആൾക്കാരനെ അങ്ങനെ എന്താ അവിടെ ഇരിക്കുന്നത്? വെറുതെ തോട്ട് ചെയ്യാതെ എന്താ അവിടെ ഇരിക്കുന്നത്? കാലം മടക്കിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം. അപ്പൊ മറ്റാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കയ്യം കൂടി തരുമോ? ഇതിങ്ങനെ വെക്കാൻ ഓ ഇല്ലെന്ന് പുറത്തേക്കൂടെ ഈ കയ്യോണ്ട് മറ്റാൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പിടിക്കും. ചേട്ടാ സംസാരിക്കുന്നെങ്കിൽ സംസാരിച്ചിട്ട് ആളപ്പനെ വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ മുമ്പ് പിടിക്കാൻ പാടില്ല. അങ്ങനെ പാടില്ലാന്ന്. ആ അപ്പനെ വിളിച്ചാലും ആൾക്കാർ കുഴപ്പമില്ല. പക്ഷെ മുണ്ടൊന്നും പിടിക്കാൻ പാടില്ല. മൂന്നും പിടിച്ചു കഴിഞ്ഞാൽ അത് കളി വേറെ. അപ്പൊ അങ്ങനത്തെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞു തന്നെ. അപ്പൊ തോട്ടത്തിൽ തറവാട്ടിലേക്ക് തോട്ടത്തിൽ തറവാട്ടിലേക്ക് ആ ഞങ്ങളുടെ വല്യമ്മ മരിച്ച പാടത്തെ വീട്ടില് ഞങ്ങളുടെ വല്യമ്മ മരിച്ച പോലെ വല്യമ്മ മരിച്ചിട്ട് ഇങ്ങനെ കളിക്കണേ. ഞാൻ ഇത് ആയിട്ട് പറയല്ലാട്ടാ. എന്നിട്ട് ഇവരിത് കേൾക്കാൻ വേണ്ടിട്ട് വന്നിക്കണത്. ഇത് പിന്നെ നമുക്ക് നടത്താലോ. നിങ്ങൾ ഈ വല്യമ്മ മരിച്ചോട്ടം തന്നെ വരല്ലേ? അങ്ങനെ അല്ല. അപ്പൊ അങ്ങനെ വല്യമ്മ മരിച്ചോട്ടെന്താ ഇയാള് കരഞ്ഞ പോലെയാണ്. അവിടെ എല്ലാരും ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കരയാണ്. ഞങ്ങളുടെ തറവാട്ടിൽ ആരും മരിച്ചാലും ഗ്രൂപ്പായിട്ട് നിന്നിട്ട് കരയാണ്. കാരണം പെങ്ങന്മാർ 5-6 ആൾക്കാരുണ്ട്. അവരൊക്കെ ഗ്രൂപ്പായിട്ട് അവര് ഫസ്റ്റ് തുടങ്ങാം. ആദ്യം ഒരു 5:30-5:45 ഇതാ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 6 മണിയോട് കൊടുത്ത് ഇവർ തുടങ്ങും. 5:30-5:45 കഴിഞ്ഞിട്ടുണ്ടാവും. 6 മണിയോട് നിലവിളക്ക് കത്തി വെക്കും. നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കണ്ട തിരുവാതിരകളെന്ന് വിചാരിക്കും. അത്ര സെറ്റപ്പിൽ ഇവർ ചെയ്യാം. അപ്പൊ അതുവരെ ഇതിലും മുസ്ലിം മാക്സിട്ട് നടന്ന ആൾക്കാരാകും. ഓടി പോയിട്ട് അലമാര കപ്പ്. പക്ഷെ പുതിയ മാക്സി എവിടെ ഇരിക്കണമെന്ന് നോക്കണ്ടേ? പക്ഷെ ആൾക്കാർ വരില്ല കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഇവര് പുതിയ മാക്സി ഒക്കെ ഇട്ട് വന്നിരുന്നിട്ട് അതിങ്ങനെ കൊടുന്ന് വെക്കനോട് കൊടുത്തവര് ഭയങ്കര കരച്ചിലാകും. ആകെ തിക്കും തിരക്കും ബഹളാവും. അത് കഴിഞ്ഞ് ഒരു 10:30-10:45 അവളോട് കുറിച്ച് മോളി അതുവരെ പറഞ്ഞു തിരിച്ചിങ്ങനെ കുറെ അങ്ങനെ അങ്ങനെ തിരിച്ചിങ്ങനെ പറഞ്ഞു. അതെ ആ കമ്പിമ അതിങ്ങനെ പിടിക്കില്ലാട്ടാണ്. അല്ല ഞാൻ പറയുന്നു ഞാന് അതിന് മോള് അല്ല അല്ല അതിന് പിടിക്കുന്നോണ്ടല്ല. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം നാളെ കാലത്ത് കാശ് മേടിക്കാൻ. ഇത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് വേണം എനിക്ക് സഹകരണ ബാങ്കിൽ അടയ്ക്കാൻ. ഇവിടുന്ന് ഒരു 7,500 ഉറുപ്പിക കിട്ടൂല. വിജയത്തോടെ പോയാ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ ഈ കരച്ചിന്റെ ഈ വേവ് ലെങ്ത് ഇങ്ങനെ നിക്കണം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് 10:30-10:45 എല്ലാവരും പിന്നെ ഇങ്ങനെ ഇതിലേക്ക് വരും. ഈ ഒരു സാധനത്തിലേക്ക് എല്ലാവരും ഇറങ്ങി വരും. ജയിച്ചേട്ടൻ ആ കിണറിന്റെ അവിടെ നിന്ന് നീ ഒന്ന് തിരിക്കേ, അല്ലെങ്കിൽ നാളെ കാലത്ത് ഞാൻ ഇങ്ങനെ അതാണ് ആ വാക്കനെ അങ്ങനെ ഇരിക്കലടാ. നേരം പഠിപ്പിക്കട്ടോ ഞാൻ. അപ്പൊ അങ്ങനെ 10:45 ഇതിന്റെ മുകളിൽ ഇങ്ങനെ ബാലൻസ് ചെയ്തു. അപ്പോഴും റിതം ഇടില്ലേട്ടാ. റിതം ഇങ്ങനെ നിൽക്കണം ഇതിന്റെ മുകളിലുണ്ടാ. ഇതിന്റെ മുകളിൽ റിതാണ് മരിച്ച വീട്ട് വരെ റിതം എന്നാണ് പറയാം. മരിച്ച വീട്ട് വരെ താഴോണ്ട് ഭക്തി എന്നാ പറയുന്നത്. അല്ലാതെ നിങ്ങളൊന്നും മരിക്കില്ല. ഒളിവുണ്ടെങ്കിൽ ഞാൻ ഒരു പാക്കേജിന് അപ്പൊ അങ്ങനെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിന്ന് ഇങ്ങനെ ഒരു 10:45-11 മണിയോട് കൂടി 11:30 ആകുമ്പോഴേക്കും ഇതാ ഏതെങ്കിലും ഒരു സാധനത്തിന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഓട്ടോറിക്ഷയിൽ ആ ഓട്ടോറിക്ഷയിൽ നിങ്ങൾ ഇറങ്ങുന്നതോട് കൂടി
ഓഫീസറിന്റെ റൂമോട് വിളിച്ചു പോയില്ലേ പാപ്പ പാപ്പ പോയില്ലേ പാപ്പ അപ്പൊന്ന് ഞാൻ പോയനെ ആ അതായത് പാപ്പ പോയില്ലേ പാപ്പ എന്ന് പറയുമ്പോ ഒന്ന് വായിച്ചിരുന്ന ആൾക്കാരുണ്ടാവും അവരിങ്ങനെ അത് ഫേസ് കൊടുക്കണം ആളെ പഠിക്കുക വന്ന ആളെ അടുപ്പിച്ച് പഠിക്കുക ഇതിങ്ങനെ ഫേസ് കൊടുക്കും പോയില്ലടേ എന്നിട്ട് അവർക്ക് റെസ്റ്റ് വേണ്ടോ ഇത് 6 മണിയാകുമ്പോ തുടങ്ങിയതല്ലേ ഇതിപ്പോ വന്നിട്ടില്ല വന്ന ആൾക്കാർ പഠിക്കട്ടെ ബാക്കി വരിങ്ങനെ മോളെ പറഞ്ഞാ മതിയല്ലോ അപ്പൊ പാപ്പ അന്ന് എന്നോട് പറഞ്ഞല്ലേ പാപ്പ എന്ത് താളാത്മകമായിട്ടുള്ളത് ഇതാണല്ലേ അത് നമ്മുടെ ആൾക്കാർക്ക് മാത്രം പറ്റുള്ളൂ ഭയങ്കര കല്യാണത് അപ്പൊ അയ്യോ ഞാൻ നാട്ടിൽ പോയല്ലോ നാളെ ഇറങ്ങും ചെയ്തു അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ കോഴി കുട്ടിക്ക് പറ്റുന്ന എന്താ അവിടെ അത് വേറെന്തെങ്കിലും ഉപയോഗിക്കാൻ എനിക്ക് തോന്നിയത് അപ്പൊ അങ്ങനെ അപ്പൊ അങ്ങനെ കാട്ടല്ലമ്മ പറഞ്ഞല്ലേ പറ്റത്